സംസ്ഥാന ബജറ്റിന്റെ തലേ ദിവസം നിർണായക തീരുമാനവുമായി സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ കടബാധ്യത ഏറ്റെടുക്കും. മന്ത്രിസഭാ യോഗത്തിലാണ് സുപ്രധാന തീരുമാനം. 18,75,00,000-ലധികം രൂപയാണ് എഴുതിത്തള്ളുക. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും നൽകുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. പലതവണ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ 18,75,69,037 രൂപ 90 പൈസ, കൃത്യം കണക്കതാണ്. ആ കടങ്ങൾ പൂർണ്ണമായും 18,75,69,037 രൂപ 90 പൈസ എന്ന അവിടെ നിന്ന് ലഭ്യമായ കടങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളുക എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. റോഷിപാൽ തുടരുന്നുണ്ട്. റോഷിപാൽ, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. കേന്ദ്ര സർക്കാർ NDRFന്റെ ക്ലോസ് 13 ഉപയോഗിച്ചുകൊണ്ട് വായ്പ ഏറ്റെടുക്കുമെന്ന് കരുതി. പക്ഷേ കേന്ദ്ര സർക്കാർ അത് ചെയ്തില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ 18,75,69,000 രൂപ 585 കുടുംബങ്ങളുടെ വായ്പ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമല്ലേ? അരുൺകുമാർ, ഏറ്റവും സുപ്രധാനമായ തീരുമാനമായി ഇതിനെ കാണേണ്ടി വരും. കാരണം കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാനം നൽകിയ അപേക്ഷ അത് പൂർണ്ണമായും തള്ളിയൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭ എത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ നൽകിയ അപേക്ഷയിലാണ് മന്ത്രിസഭ ഇത്രയും 555 ഗുണഭോക്താക്കളുടെ കടം അത് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായക തീരുമാനം എന്ന് പറയേണ്ടി വരും. 1620 വായ്പകളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നത്. 18.75 കോടി രൂപ അത് വായ്പ ഏറ്റെടുത്ത് അത് പൂർണ്ണമായും സർക്കാർ അത് അടച്ചു തീർക്കും. നേരത്തെ കേരള ബാങ്ക് എഴുതിത്തള്ളിയ 93 ലക്ഷം രൂപ ബാങ്കിന് തിരിച്ചു നൽകാൻ വേണ്ടിയും സർക്കാർ തീരുമാനിച്ചു. ഇത് ഒരു പ്രതിഷേധം കൂടിയാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനത്തിൻ്റെത്. കാരണം ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ട് കേന്ദ്രം യാതൊരു തരത്തിലും ഈ സംസ്ഥാനത്തിൻ്റെ അപേക്ഷ പരിഗണിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിൽ തന്നെ ഈ വായ്പകൾ, മുണ്ടകൈയിലെ ദുരന്തബാധിതരായ ആളുകളുടെ വായ്പകൾ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്ത് ആ പണം മുഴുവൻ തിരിച്ചടക്കാനുള്ള സുപ്രധാനമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കടം മുഴുവൻ കൃത്യമായ സമയപരിധിക്കുള്ളിൽ, അത് 6 മേഖലയുള്ളവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത അർഹതപ്പെട്ടവർക്ക് പരാതി ഉണ്ടെങ്കിൽ സമർപ്പിക്കാനുള്ള അവസരം കൂടി നൽകുന്നുണ്ട്. കേന്ദ്രം മനുഷ്യത്വരഹിതമായ സമീപനം സംസ്ഥാനത്തോട് സ്വീകരിച്ചു. പ്രത്യേകിച്ച് മുണ്ടകൈ ചുരൽമല ഉരുൾപൊട്ടലിന്റെ ഇരകളോട്, ദുരന്തബാധിതരോട് സ്വീകരിച്ചുവെന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം, സുപ്രധാനമായ മുണ്ടകൈ ചുരൽമല ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്.